ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ബ്രെഡ് ഊത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ ഊത്തപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഊത്തപ്പമാണ് കേട്ടോ. നമ്മൾ വീറ്റ് ബ്രെഡിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസ് ഒക്കെ ചേരുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഊത്തപ്പമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ വൈകുന്നേരത്തെ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഐറ്റമാണ്. നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ 5 സ്ലൈസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പിച്ചിയെടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ബ്ലെൻഡറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ എത്ര എണ്ണം വേണം അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 5 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യുക. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും നല്ലത് ഇതുപോലെ ഗോതമ്പ് ബ്രെഡിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗോതമ്പ് പൊടി തന്നെ ചേർക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റവ ചേർത്ത് കൊടുക്കുക ഇതിന് പകരമായിട്ട്. അപ്പോൾ 3 ടേബിൾ സ്പൂണാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി അധികം പുളിപ്പില്ലാത്ത തൈരാണ്, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പുളിയുള്ള എടുക്കരുത് കേട്ടോ, അപ്പോൾ ആ ഒരു ഊത്തപ്പത്തിന് ഒരുപാട് പുളിയായി പോവും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനൊന്നും പ്രത്യേകിച്ച് അളവുകളില്ല. ഇനി ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഉള്ളി ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി ഞാൻ കുറച്ച് ക്യാബേജും കൂടെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും നന്നായിട്ട് കുഞ്ഞു കുഞ്ഞാക്കി അരിയുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുക, അതാണ് ഏറ്റവും നല്ലത്. ഇനി ആവശ്യത്തിനുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതാക്കി അരിഞ്ഞത് തന്നെയാണ്. അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പില വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് മാത്രം മതിയാവും, ബ്രെഡിൽ ഉപ്പുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പോൾ ആ ഒരു വെജിറ്റബിൾസൊക്കെ ആവശ്യമുള്ള കുറച്ച് ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ബീൻസോ അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് വഴറ്റിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിലേക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ടാണ് കലക്കിയെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസായി പോകാതെ ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കാം. കുറച്ച് കട്ടിയായിട്ട് തന്നെ വേണം നമ്മൾ കലക്കിയെടുക്കാൻ കേട്ടോ. ഇതിലേക്ക് തക്കാളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതാക്കി അരിഞ്ഞത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തക്കാളി ചേർക്കണില്ല. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഈ ഒരു ബാറ്റർ കലക്കിയെടുക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങൾ കലക്കിയെടുക്കാൻ കേട്ടോ. ഇനി ഇത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഒരു തവ ചൂടാക്കിയിട്ട് മാവ് കോരി ഒഴിച്ചാൽ മതി. വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വലിയതാക്കിയിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാകത്തിന് ചെറുതായിട്ട് ചുട്ടെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഇതിൽ ബട്ടറോ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഓയിലൊന്നും തേക്കാതെയാണ് ഇത് ചുട്ടെടുക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് ബട്ടറൊക്കെ ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് കുറച്ചും കൂടി ടേസ്റ്റി ആക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ ഒഴിച്ചിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ടിട്ട് 2 ഭാഗം റെഡിയാകുമ്പോൾ ഒന്ന് ചട്ടിയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.